വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നും രാത്രി വെള്ളമടിക്കാൻ പോകണം. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് നമ്മളിന്ന് മദ്യപിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോ ആണ് നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ന് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്ത് ആക്ച്വലി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് ആക്ച്വലി. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് കേട്ടപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അതിനകത്ത് തെറ്റായ ഒരു മിക്സ്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു രീതി വേറെ, ഒരു ടെക്നിക് ഓഫ് ഓപ്പറാൻഡി വേറെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി നമ്മളെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഡ്രങ്കൻ ഇവിടെ പരിപാടി? പരിപാടിയൊന്നുമില്ല, പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? അതെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഡ്രങ്കൻ ജി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിന് ശേഷം, അതായത് വേറൊരു വ്ളോഗ് ഉണ്ട്, അതായത് വേറെ ഇല്ല, നമ്മുടെ ഫുഡ് ട്രാവൽ എബിൻ ജോസിന്റെ. അപ്പൊ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോ പുള്ളി ഒരു ചെമ്മീൻ റോസ്റ്റ് കഴിക്കുന്ന ഒരു സീക്വൻസ് ഞാൻ കണ്ടിട്ട് ഇപ്പോഴും പുതിയ വരുന്നത് ഓർത്തിട്ടുണ്ട്. അപ്പൊ ഷാപ്പിൽ നിന്നാണ് പുള്ളി മേടിച്ച് കഴിച്ചത്, കൈനഗരിയിലുള്ള ഏതൊരു ഷാപ്പ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച എങ്ങനെ അവിടെ നിന്ന് പോയാലോ? അടുത്ത ആഴ്ച അല്ല, അടുത്ത ആഴ്ച നടക്കത്തില്ല. കാരണം അടുത്ത ആഴ്ച നമ്മള് കോട്ടയം പോവില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു ഷാപ്പ് വീഡിയോ വെച്ചാലോ? ഉച്ച സമയത്ത് പോകണം. അല്ല, അന്നത്തെ പോലെ വൈകുന്നേരം പോയാൽ തീരാ നഷ്ടമായിരുന്നു. കൈനഗരിയിലാകുമ്പോ പിന്നെ ഫുഡ് ടൈം ഉച്ചയാണല്ലോ. എന്ത് പറയുന്നു? ഓക്കെ, അപ്പൊ ഇതിനും പോലെ ചെക്കിംഗ് ആണ് ഗായ്സ്. കാരണം ഇവിടെ പഗോഡ റിസോർട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും ഊതിക്കലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് പോകുന്നവരൊക്കെ ഡീസന്റ്, തിരിച്ചു വരുന്നവന്മാരെയാണ് പിടുത്തം. അതെ, അങ്ങോട്ട് സർക്കാരിന്റെ സാധനം വാങ്ങിക്കാൻ. അതെ, എന്തൊരു തെണ്ടിത്തരം അല്ലോടോ അത്. ഇവർക്കറിയാം അവിടെ ബാറുണ്ടെന്നും അവിടുന്ന് ബാറിന് അടിച്ചിട്ട് വരുമെന്നും അറിയാം. എന്നിട്ട് അതെ, ബീവറേജും ഉണ്ട്. എന്നിട്ട് അവിടുന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു എന്താ പറയാ, ഇരട്ടത്താപ്പല്ലേ സത്യം പറഞ്ഞാല്. നമുക്ക് വേണ്ടി ഇവിടെ കൂടെ തന്നെ തിരിച്ചു വന്നാലേ അപ്പൊ നമ്മളെ ഊതിക്കാൻ നോക്കാമല്ലോ. വീഡിയോ എടുത്തോട്ട് പറഞ്ഞ അങ്ങനെ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ഓഫ് ആലപ്പുഴ എത്തിക്കഴിഞ്ഞു. കുറെ നാളെന്തോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ കാലങ്ങളായി. മഴ വരുന്നുണ്ട്. റൂമിലത്തെ പിന്നെ സീനില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രദർ നമ്മൾ കണ്ടു. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ ബ്ലോഗ് ഒക്കെ കാണാനുണ്ട്, അടിപൊളിയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എങ്ങടോ ഇരിക്കുന്നു മാജിക് മൊമെന്റ്സ് ലിമണൊക്കെ ചുമ്മാ ആർക്കോ വേണ്ടിട്ടൊക്കെ ഇരിക്കുന്നു, കാണത്തില്ല. ഫ്രീസിന്റെ പലതും നിൽക്കുന്നുണ്ടോ എനിക്ക്? നമ്മൾ ആകെ ഗ്രീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റേ പിന്നെ ഓറഞ്ച്, ഹൈസ്കൂൾ ഉണ്ട്. ഇല്ലില്ല, മിന്റാണ്. പക്ഷെ മിന്റാണെന്ന് അറിയത്തില്ല. ഐസായിരിക്കും, ഐസാണ്. മിന്റെന്ന് എഴുതിയിട്ടില്ല. പിന്നെ മിക്സഡ് ബെറി ഉണ്ട്. ഏതിന്റെ? സ്മിർനോഫിന്റെ ഇനി നമ്മളൊന്നും എടുക്കാനില്ലല്ലോ. അത് ലേബിൾ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ പ്ലെയിൻ ആണോ? അതിന്റെ ലേബിൾ മാറിയതേ ഉള്ളൂ. ഇത് ഓറഞ്ച്, ലേബിൾ മാറ്റിയതേ ഉള്ളൂ അവര്. സ്മിർനോഫിന്റെ ലേബിൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പഴയത് തന്നെയാണ് സാധനം. ഓറഞ്ച് നമ്മുടെ ഐറ്റംസ് ചെയ്യും. ഓൾഡ് നമുക്ക് ഇല്ലേ? ഓൾഡ് നമുക്ക് സുപ്രീം എടുത്താലോ? വലുത് എന്താ നമുക്ക് അടുത്ത ലൈവിലേക്കൊക്കെ എടുക്കാൻ വേണ്ടി 1620. അമ്മച്ചി ഇവിടെ ഒന്നും കണ്ടോ? സന്യാസിനെ നേരത്തെ കാണിക്കോ? സന്യാസിനെ ഒന്ന് പുറത്തെടുത്ത് കാണിച്ച്. ഞാൻ ഒരു ചേന എടുത്തിട്ട് എന്നെ അടപ്പൂരി പോയി. കൊള്ളാല്ലേ? എങ്ങനെ ഇതെടുക്കണോ? ഇത് നമ്മൾ അടിച്ചിട്ട് കുറെ ആളായി. പരാതി എടുക്ക. അതാണ് ആദ്യമേ പറഞ്ഞത്. പക്ഷെ അത് ആവശ്യം ഇല്ല, അതുകൊണ്ടാണ്. അടിക്കൂടെ പിടിച്ചേക്കണേ. മുട്ട അവിടെ ഇരുന്നോ, ഞങ്ങൾ വരാം കേട്ടോ അടുത്ത തവണ.
രണ്ടൊന്നല്ലേ? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഇരിക്കുന്ന പോലെ. ഹോൾഡറിന്റെ കോട്ടർ ഒന്നും ഇല്ല. അതെന്ത് പരിപാടിയാണ്? കൂട്ടം കൂടി നിൽക്കരുത്. എന്നിട്ട് ഇവരെല്ലാരും കൂട്ടം കൂടിയുള്ളത്. പൈൻ്റൊന്നും ഇല്ലേ? കോട്ടറല്ല, പൈക്കൊന്നും ഇല്ല. അല്ല, അരയൊന്നും ഇല്ലേ? അരയില്ല. ഓക്കെ. ദൂറിൽ നിന്നുള്ള കയറ്റം കഠിനം പിന്നെ അയ്യപ്പ എന്ന് പറയുന്ന പോലെയാ. പുള്ളിക്കാരന്റെ മീനൊക്കെ തീർന്നായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സാധനമൊക്കെ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പോലീസ് മാമന്മാർ നമ്മളെ ഊതിക്കോ തടയുകയോ പിടിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് റിസ്ക് അല്ല അവന്മാരുടെ തനി നിറം അറിയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അവർ നാളെ കൈ കാണിക്കുവോ ഊതിക്കോ എന്തെങ്കിലും ചോദിക്കുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് അപ്പം അറിയാം. ചിലപ്പോ അവന്മാരെ പോലും കണ്ടില്ല എന്ന് വരും. കേട്ടോ പോയോ? അപ്പൊ നമ്മുടെ ഡ്രാഗൺ ജി ടച്ചിങ്സ് മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഡ്രാഗൺ ജി താലവുമായി ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. സോറി തെറി പറയണ്ട. അറിഞ്ഞില്ലടോ? അറിഞ്ഞില്ല. ഡ്രങ്കൻ വെപ്രാളമാണേ. മദ്യം കണ്ടുകൊണ്ട് വെപ്രാളം തുടങ്ങി. നമ്മുടെ പ്ലാസ വീഡിയോ ഇന്നിപ്പോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വൃത്തികേടമാണല്ലോ. ഈ അഴുക്ക് വെള്ളത്തിന്റെ ആണോ? ഇവിടെ എന്നും ആഘോഷമാണ്. ലൈറ്റ് കണ്ട. അകത്ത് പരിപാടിയുണ്ട്. എല്ലാത്തിനെയും പേടിപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം സജ്ജമായി. നമ്മൾ നമ്മുടെ മധ്യ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഡ്രാഗൺ, ആർ യു റെഡി? അതെ, നമ്മുടെ സജ്ജീകരണങ്ങളെല്ലാം പെർഫെക്റ്റ്ലി ഡൺ and we are about to start this wonderful journey of Madyapani the drunk. ഡ്രങ്കിന് ചിരിയൊക്കെ വരുന്നേ. ലൈറ്റ് ഇത്ര ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെന്തോ ചെറിയ സാധനം, ചെറിയ സോഡ. ഏതെങ്കിലും ഒന്ന് ചെറുതായി മേടിക്കത്തുള്ളൂ അല്ലേ? മേടിപ്പിക്കണ അവനെ കൊണ്ട്. അവനെ ടൗണിലോട്ട് പറഞ്ഞു വിട്ട് മേടിപ്പിക്കണം അവനെ കൊണ്ട്. അതെ, മുട്ടത്തലയിലും മുട്ടയാണ്, ചില കുഞ്ഞു മുട്ടയാണ്. കൊക്കക്കോള മാത്രമേ ഉള്ളൂ വലുത്. ഞാൻ അതും താൻ ചെറുത് മേടിക്കുകയും. മുട്ടത്തലയൻ പുള്ളിക്ക് ഒരു ലേബൽ കൊടുത്തല്ലേ? യെസ്. അതിനാ പിരി പോയി മോനെ, പിരി പോയി. എന്ത് ചെയ്യും? നൈസായിട്ട് താഴത്തോട്ട് അമർത്തി പിടിച്ചിട്ട് വല്ലതും പൊട്ടിക്കിടും. ചില്ലൂപ്പിയ താക്കോലെ ചെയ്യൂ. ആണോ? താക്കോല് പറഞ്ഞ എന്നൊന്നും പറയരുത്. ശ്രദ്ധിച്ച്. പലരും പല ഐഡിയ കാണിക്കുന്നു. എന്തെങ്കിലും തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇതുപോലെ നമുക്ക് ഇതിനു മുമ്പ് എപ്പോഴും ഇതുകൊണ്ട് പറ്റിയിട്ടുള്ളൂ. ഇതുപോലെ ഏതോ അന്ന് നമ്മളിത് പൊക്കിയെടുത്ത്, ഇത് ഉൾപ്പെടെ പൊക്കിയെടുത്ത്. ശരിയാ. ഇന്ന് പക്ഷെ അത് നടക്കും തോന്നില്ല. അല്ല, എന്റെ അവിടെ പിടിപ്പിക്കാൻ പറ്റത്തില്ല ഓരോ സാധനങ്ങൾ ഇങ്ങനെ. പൊക്കിയെടുത്തല്ലോ. മുട്ടത്തലയെ കൊന്നു കളഞ്ഞു. ചളക്കി കൊന്നു കളഞ്ഞു. അടപ്പയുടെ ബാക്കി വെക്കുക നമ്മൾ വെക്കാറ്. ഓക്കെ, മുട്ട വിചാരിച്ചിട്ട് നമ്മളെ തോൽപ്പിക്കാനാവത്തില്ലല്ലോ. എന്തിനാ പിന്നെ ഇട്ട് ഇയാൾ ലീക്ക് വരാൻ സാധ്യത ഉണ്ടോ? ഓക്കെ, യെസ് മിസ്റ്റർ ഡ്രാഗൺ ജി.
കമ്പനികളിന് വേണ്ടി ഒഴിച്ചൊഴിച്ച അവസാനം ഗ്ലാസ് നിറയുന്നു. സ്മോൾ സ്മോൾ. ഇതെല്ലാം മാൻഡ്രേക്കിന്റെ ലീലാവിലാസമാണ്. മൊട്ടത്തലയാ തെറിച്ചു പോയാൽ മതി. ഓ, നേരത്തെ കുപ്പി പൊട്ടിക്കാൻ സൗണ്ട് കേൾക്കാത്ത എന്റെ പരിഭവം തീർത്തതല്ലേ? സംഭവം ഇനി സോഡ. എന്ത് മനസ്സിലായി? അതെ, എനിക്കും മനസ്സിലായിട്ടില്ല. നമ്മളിത് ഈ രീതിയിൽ ആദ്യമായിട്ടാണ് അടിക്കുന്നത്. കാരണം നമ്മള് ഓൾഡ് മങ്കും സോഡയായിട്ട് അടിച്ചിട്ടുണ്ട്, ഓൾഡ് മങ്കും വെള്ളവുമായിട്ട് അടിച്ചിട്ടുണ്ട്, പിന്നെ ചാനലിലല്ലാതെ പേഴ്സണലി ഓൾഡ് മങ്കും കൊക്കക്കോളയായിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഡൂയിങ് ആക്ച്വലി. കാരണം ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലില്ല. നിങ്ങളെപ്പോലെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും പല പല രീതിയിലായിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യമുള്ള രീതികൾ. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് പറയുന്ന രീതിയാണ്, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ തിരക്കില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു രീതി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനി സംസാരത്തിനൊന്നും സമയമില്ല, നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ദിസ് ഇസ് എ തിങ് ദാറ്റ്സ് ഗോണ ഹാപ്പൻ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദി വീഡിയോ. ആരും ഞങ്ങൾ ഇപ്പോഴും പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നത് വെച്ചോണ്ട് ഇതാരും പരീക്ഷിക്കണം ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. ദിസ് ഈസ് ഡൺ അണ്ടർ സ്ട്രിക്ട് സൂപ്പർവിഷൻ ഓഫ് പ്രൊഫഷണൽ ഡ്രിങ്കേഴ്സ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ ഏറ്റവും ആസ്ഥാന തലതൊട്ടപ്പ കുടിയനായ റണ്ടൻജി ഉള്ളതുകൊണ്ട് ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സോ നമുക്ക് നമ്മുടെ പരിപാടി കാണാം. റണ്ടൻജി, യെസ്. Now I pinch up. So the first series of this Parishnam is here. സംഭവം അല്ലേ? സംഭവം ഓൾഡ് മഞ്ഞിന്റെ ഫീൽ ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ കൊക്കക്കോളയുടെ ആ ഒരു ഗ്യാസും കൊക്കക്കോളയുടെ മധുരവും ഉണ്ട്. കാരണം കൊക്കക്കോളയും കാർബണേറ്റഡ് സാധനമാണ്, സോഡയും കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടെ ചേർന്നപ്പോഴേക്കും ഗ്യാസ് നല്ലപോലെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എഫക്ട് നല്ലപോലെ ഉണ്ട്. പക്ഷെ കൊക്കക്കോളയുടെ മധുരം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾഡ് മഞ്ഞിന്റെ ചെറിയൊരു ഫ്ലേവറേ ഉള്ളൂ അല്ലേ? റമ്മിന്റേതായ കുത്തലും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ സൂപ്പർ ഡ്രിങ്ക് ആണ് അല്ലെ? നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു ഐഡിയ പറഞ്ഞു തന്ന സുഹൃത്തിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. കാരണം നല്ല ആശയങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ള കാര്യം, ഇതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയുക. നല്ലതാണെന്ന് ഞങ്ങൾക്ക് കൂടെ തോന്നിയാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഉള്ള ഒരു ധാരണ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം പരീക്ഷിക്കുന്നതായിരിക്കും. ഇപ്പൊ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതേപോലെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് പറയുന്ന പോലെ ഫ്രൂട്ട്സുമായിട്ടും ഫ്രൂട്ട് ജ്യൂസുമായിട്ടും പലതുമായിട്ടും അവർ അടുത്ത രണ്ട് മൈക്ക് പിടിക്കുക. അതെ, ചെറുത് മതി നമുക്ക് അല്ലേ? കുടിക്കാൻ വേണ്ടി അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുടിക്കുന്ന പാവം കുടിയന്മാരാണ് നമ്മൾ. ഓ, ഇത്തവണ വേറെ രീതിയാക്കിയ സോഡ ഒഴിച്ചിട്ട് അതെ, എങ്ങനെയായാലും വയറ്റിലോട്ടല്ലേ പോണത്. സത്യം, ആ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു. അതെ, അപ്പൊ കോക്ടെയിലാവും. സത്യമാണ്, ചില്ലറാവും. അപ്പൊ പിന്നെ തടച്ച മോനെ കിടുവല്ലേ? ടച്ചിങ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഡ്രങ്കിനെ ഉണ്ടല്ലേ? തീർത്ത ഒരു നിമിഷം ഞാൻ താങ്കളെ കുറിച്ച് ബഹുമാനിച്ചു. അതെ, മധുരമുള്ളതുകൊണ്ടപ്പോ നമുക്ക് ടച്ചിങ്സ് ആവശ്യം തോന്നത്തില്ല. ഈ സാധനം വിട്ട് കളത്തില്ല. ഇത് തുടക്കി കഴിഞ്ഞാൽ ഇത് നിർത്തത്തില്ല. ഈ സാധനം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ എടുത്തിട്ടിരുന്നു. ഓ, അല്ല നല്ല സാധനമാണിത്. നല്ല ടേസ്റ്റാ. ഈ റെഡ് തന്നെ വേറൊരു കളറുണ്ട്, പുളിയുള്ളത്. ശരിയാ, ഞാൻ റെഡ് വാങ്ങിച്ചതാ, പക്ഷെ പുള്ളി എടുത്ത് തന്നതായിരുന്നു. പുളി അല്ലേ? ഓ, ഓക്കെ. ഇപ്പൊ നമ്മുടെ
കൊക്കക്കോളയുടെ കളർ മാത്രമായിട്ട് മാറിയത് വെറുതെയുള്ളൂ. കാരണം റമ്മിന്റേതായിട്ട് ഒരു കളർ ടെക്സ്ചർ അല്ല ഇതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഐ ഗോണ ബ്ലാസ്റ്റ് ദിസ് വൺസ് അഗൈൻ. കാരണം ഇതിനെക്കുറിച്ചുള്ള ഞാൻ നേരത്തെ റിവ്യൂ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അതാണ് ഇതിന്റെ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, നോസിങ് ഞാൻ പറഞ്ഞില്ല. ടിപ്പിക്കലി കൊക്കക്കോളയുടെ മണം തന്നെയാണ് എറിച്ചു നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റമ്മെന്ന് മദ്യമെന്ന് പറയുന്നത് തന്നെ വിഷമാണ്. അപ്പൊ കൊക്കക്കോള എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കട്ടി കൂടിയ കാർബണേറ്റഡ് സാധനമാണ്. അതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് കൊക്കക്കോള എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി പല്ലൊക്കെ ഇട്ടിങ്ങനെ ദ്രവിച്ചു പോകുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. കൊക്കക്കോള മിസ്റ്റർ ഡ്രാഗൺ ജി കമോൺ, അടുത്തോട്ട് മൈക്കോടെ കൊക്കക്കോളയോ വെറൈറ്റി വെറൈറ്റി. നീ അവസാനം കൊക്കക്കോള അടിച്ച് കേൾക്കാവോ? പണി നടത്തിക്കോ ഡ്രാഗൺ ജി. സത്യം പറഞ്ഞാല് ഇതൊക്കെ ഞാനിപ്പോ ഒരു ഗൈഡ് മാത്രമായിട്ടാണ് പറയുന്നത്, അല്ലാതെ പ്രോത്സാഹനമല്ല, കുടിക്കാനുള്ളൊരു മെത്തേഡ് പറഞ്ഞു തരുമല്ല. ജസ്റ്റ് ഒരു കാര്യം, ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യം. മദ്യം കുടിക്കാനുള്ള എളുപ്പ മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ സത്യം പറഞ്ഞത്, അല്ലയോ? ഇത്തിരി കൊക്കക്കോള ഇത്തിരി പെപ്സി അടിച്ച് ഈ റമ്മ് കുടിക്കുകയാണെങ്കിൽ റമ്മിന്റെ ഫീലേ കിട്ടത്തില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് നൈസ് അറിയാം. ഇതേപോലെയാണ് നമ്മള് മറ്റേ ഏതാണ് മിഠായി പേര് ജോളി റോജറും ഫ്രൂട്ട് ജ്യൂസും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫീലേ കിട്ടൂല. നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഒരു മീഡിയം ആയിട്ട് നിങ്ങൾ കരുതരുത്. മദ്യപാനം എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് രീതിയിൽ തന്നെയും മദ്യം ഉള്ളിൽ ചെന്നാലും അതെല്ലാം ഉണ്ടാക്കുന്ന പ്രോസസ്സും ഉണ്ടാക്കുന്ന കേടുകളും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. സോ മദ്യപിക്കരുതെന്നാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. പലരും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു തുടക്കക്കാരനെ കുടിക്കാനുള്ളത് ഏതാണെന്ന് ഏറ്റവും നല്ല കാര്യം, എങ്ങനെ കുടിക്കണം. ഞാൻ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. ഞാൻ അവരോട് എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ കുടിക്കാതിരിക്കൂ എന്നേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്നോട് പറയാനുള്ളൂ. ബിക്കോസ് ആൽക്കഹോൾ ഓൾവേസ് കിൽസ് യു. സോ ഡോണ്ട് ഡ്രിങ്ക്, സ്റ്റേ ഹെൽത്തി. ഓക്കേ രംഗജി, അടുത്തോട്ട് മൈക്കടി തന്റെ സ്റ്റൈലില്. ഇനി ഇതിലേക്ക് എന്താണാവോ ഒഴിക്കാൻ പോണ ഡ്രാഗൺ? മതി, ധാരാളം. ഡ്രാഗന്റെ ഓരോ ലീലകള്. അല്ല, താൻ തന്നെ പറഞ്ഞല്ലോ ഇത് എങ്ങനെ ഒഴിച്ചാലും സാധനം ഉള്ളിലോട്ട് പോകുമ്പോ ഒരേപോലെയാണെന്ന്. ഇനി പല രീതിയിൽ കഴിച്ച് വയറ്റിലേക്ക് ഇല്ലല്ലോ. അതെ, വയറ് എല്ലാ രീതിയിൽ നിന്ന് അറിയട്ടെ. It's time for the final cheers of this wonderful video. Come on, Mr. Dragon Ji. Yes. കാരണം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചാണ് ഇപ്പോഴും കുടിക്കുന്നത്, അല്ലോ. പക്ഷെ ചൂട് എന്നുള്ള ഒറ്റ ഘടകമാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരു നിരുത്സാഹപ്പെടുത്തുകയും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ 1-2 ദിവസമായിട്ട് നല്ല ചൂടാ. തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത അത്ര ചൂടാ. അതിന്റെ കൂടെ അതെ, ആരും ഇങ്ങനെ ഹോട്ട് സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ബിയർ ആണ് പിന്നെയും ഉണ്ട്. ഈ സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും ഒന്നും തന്നെ കഴിക്കുക, വെള്ളം കുടിക്കുക. അത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്താൻ സഹിക്കാൻ പറ്റുന്ന ചൂടാണ് ഇവിടെ. സോ ദ ഫൈനൽ ചിയേഴ്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ഓർക്കുക. ഇതുപോലുള്ള പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട്
ആ ഒരു അറിവ് പകരുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്തതായിരിക്കും. സോ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്നുള്ള തത്വം ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യുവർ അടുത്ത വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്.